സ്വപ്നങ്ങളുടെ ഭണ്ഡാരവും പേറി മോഹങ്ങളുടെ രഥത്തിൽ ഒരു യാത്ര. കാതിൽ അലയൊലി തീർത്തിട്ടുള്ള കാണാത്ത ലോകത്തേക്ക് ഒരു പറക്കൽ. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് പണം കായ്ക്കുന്ന ലോകത്തേക്ക് ഒരു യാത്ര. അവൻ പ്രവാസിയാവുകയാണ്. നഷ്ടസ്വപ്നങ്ങളുടെ ഭാണ്ഡത്തിൽ അച്ഛനും അമ്മയും, ഭാര്യയും കുഞ്ഞുങ്ങളും, സഹോദരിയും സഹോദരനും ഒക്കെ ഒരു നേർത്ത തേങ്ങലായി. ബാധ്യത എന്ന കടമ്പ് കടക്കുവാൻ സ്വപ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചിറകുവിടർത്തിയ മോഹങ്ങളുടെ രഥത്തിൽ പ്രത്യാശയോടുകൂടി. ഭഗവാനേ ജഗദീശ്വര, ഭഗവാനേ ഗുരുവായൂരപ്പ. മോനെ കിരൺ, എഴുന്നേക്ക്, നേരം വെളുത്ത് എഴുന്നേക്ക്. സാറേ എഴുന്നേക്ക്, നേരം വെളുത്ത് എഴുന്നേക്ക്, എഴുന്നേക്ക്. ജോൺ സാർ എഴുന്നേക്ക്. ഇവിടെ ഒരാൾ സുഖമായിട്ട് ഇങ്ങനെയാണെന്ന് ഉറങ്ങുന്നത്. സുരേഷ് എഴുന്നേക്ക്. മണിയേട്ടാ, നിങ്ങൾ കുളിക്കാൻ കയറിക്കോ, ഞാൻ ചായ ഇടാം. നിങ്ങൾക്ക് കൂടെ ഇടാം കേട്ടോ. മോനെ നീ കിരണിനെ വിളിച്ചോണത്ത്. അവർ 2 ദിവസമായുള്ളൂ ജോലി കയറിയിട്ട്. വിളിച്ചോണത്ത്. എണീക്കടാ, എഴുന്നേക്കടാ. ഓ, നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടാ ബാത്റൂമിൽ വലിക്കരുതെന്ന്? ഓ, രാവിലെ തന്നെ ഒരു സദാചാരക്കാരൻ വന്നിരിക്കുക. എന്താണ് സുരേഷ്, ഒരു പനിയുടെ ലക്ഷണം ഉണ്ടല്ലോ? മണിയേട്ടാ പിടിച്ചെന്നാ തോന്നുന്നത്. ക്ലൈമറ്റ് മാറുമല്ലേ, പണി കിട്ടുമോ? ഓ, ഒരു പെരടുകളാൻ കടിച്ച് ജോലിക്ക് പോകാൻ നോക്ക്. പനിയെന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലതൊരു ആഘോഷമാണ്. പൊടിയേരി കഞ്ഞി, ചുട്ട തേങ്ങ അരച്ച ചമ്മന്തി, വെള്ളം നനച്ചിട്ട് തുണി നെറ്റിയിലിട്ടുകൊണ്ടൊരു കിടത്ത, പിന്നെ ചുക്ക് കാപ്പിയും ഉള്ളി അരച്ച് നെറ്റിയിലിടലും, പനിക്കൂർക്ക തിളപ്പിച്ച വെള്ളം കുടിക്കലും. ഓഹോ, പനി പമ്പ കടക്കും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പനി കുറഞ്ഞോടാ മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ നെറ്റിക്ക് കൈവച്ചൊരു തൊട്ടുനോട്ടമുണ്ട്. മക്കളെ, ഇന്ന് വൈകിട്ട് എല്ലാവരും നേരത്തെ വരുമല്ലോ. വൈകിട്ട് എന്താ പരിപാടി? ഏതായാലും ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഇന്ന് എൻ്റെ സുഭദ്രയുടെ പിറന്നാളാ. ആഹാ. അവൾ കുട്ടികളും അടുക്കളയുമായിട്ട് കിടന്ന് പെടാപ്പാട് വിടുക. അതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തെ ചെലവ് എൻ്റെ വക ആയിക്കോട്ടെ. മണിയേട്ടോ, ഫുഡ് മാത്രമേ ഉള്ളൂ, സ്മോളിഫിക്കേഷൻ ഒന്നും ഇല്ലയോ? എടാ മോനെ നിസാറേ, എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് നീ ചെയ്തോ. അത് നമുക്ക് പൊളിക്കാം. പിന്നെ വൈകിട്ട് മെസ്സ് അങ്ങ് സെറ്റിൽ ചെയ്തോളാം. ഡാ ജോൺസാ,
നീ കിരണയും കൂട്ടി പോരെ, ഞാൻ മണിയേട്ടനോട് ഇറങ്ങാം. പുതിയ ബോസാ, 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ തെറിയുടെ പൂരോ. അപ്പോൾ എല്ലാവരും വൈകിട്ട് കാണാം. ആ ഗുഡ് മോർണിംഗ്. പതിവ് പോലെ ഇന്നും ലേറ്റ് ആണല്ലേ? അങ്ങേരെ എത്തിയിട്ടുണ്ട്, ഇപ്പൊ കിട്ടും. വന്നിട്ടില്ല, വരുമ്പോ ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ്. Good afternoon. ഗുഡ് മോർണിംഗ്. മോർണിംഗ് പ്രീതി. ആ ഗുഡ് മോർണിംഗ്. ബോസ് നേരത്തെ എത്തിയോ? ഉവ്വ നേരത്തെ എത്തിയിട്ടുണ്ട്, അരമണിക്കൂറായി. രാവിലെ തുടങ്ങിയല്ലോ. ആ ഗിരീഷേ. എടാ സുരേഷേ, നീ നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഓപ്പ് രാവിലെയാണോ? എടാ ഞാൻ പിന്നെ വിളിക്കാം. ഇറ്റ്സ് ഓക്കെ. എടാ പിന്നെ ഫ്രൈഡേ നമ്മുടെ അസോസിയേഷന്റെ മീറ്റിംഗ് ആണെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. ആ എടാ ഞാനാണല്ലോ അതിന്റെ സെക്രട്ടറി. ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്, അതിലെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ശരി. എടാ സുരേഷേ, ശരി, ഉറപ്പായി വരണം കേട്ടോ. ഓക്കെ. ഹലോ, ബോസ് വിളിക്കുന്നു. ദൈവമേ. എന്താ സുരേഷ്, രാവിലെ തന്നെ മൊബൈലിലാണല്ലോ? അസോസിയേഷൻ ആയിരിക്കും അല്ലേ? എന്താ സുരേഷ, ഇന്ന് വയറ് നിറഞ്ഞ? ഇന്ന് ആരെ കണിയേണ്ടത്? ഹലോ, ഞാൻ വിളിക്കാം. വന്നിട്ടില്ല, വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. हाँ बोलो. ठीक है, कंफर्म करो उसके बाद. Hello, Hello, Mr. how are you? Pawar. How are you? Hi, how are you doing? Please sit. Yes sir, this is the revised one, already updated. It's correct sir. എന്തോടോ നിങ്ങൾ ഈ കാണിക്കുന്നേ? മനുഷ്യന്റെ തലയ്ക്ക് പ്ലീസ് നിങ്ങളൊന്ന് ഇറങ്ങി പോകാമോ? Sir. ഭ്രാന്ത് പിടിപ്പിക്കാൻ. What nonsense this here. ആനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ, കനക സഭയിലാനന്ദ. അമ്മേ, അച്ഛൻ വിളിക്കുന്നു. ഇടി SMS വന്നിട്ടുണ്ട്. ആ, ഞാൻ അയച്ചിട്ട് വിളിക്കാം. ഹായ്
sir. Good afternoon. സോറി 1 മിനിറ്റ്. വിളിക്കാന്ന് പറഞ്ഞ ചേട്ടൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. എടി ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അയച്ചിട്ട് വിളിക്കാം. ചേട്ടാ വെക്കല്ലേ, ഞാനൊന്ന് പറയട്ടെ. എല്ലാ മാസവും അയക്കുന്ന പൈസ പോരാ. മോന്റെ സൈക്കിൾ ആകെ പോയി കിടക്കുക. തെക്കേലെ രമയുടെ മോനാണെങ്കിൽ ഗിയറുള്ള സൈക്കിളിലാണ് നടക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ മോൻ നെഞ്ചു പൊട്ടിക്കരയുവാ. പിന്നെ അടുത്ത ആഴ്ച മോള് ഡാൻസാന്നറിയാലോ. അതിന് ഡ്രസ്സ് എടുക്കണം, ടീച്ചർക്ക് ദക്ഷിണ കൊടുക്കണം, പിന്നെ എനിക്കൊരു സാരി, 100 കല്യാണവും പാല് കാച്ചലും. ഇതാ അതിനിടയിൽ അമ്മ പുതിയ കോളുമായി വന്നിരിക്കണു. നിങ്ങളുടെ പെങ്ങളുടെ കുട്ടിയുടെ പിറന്നാളാ, അതിന് കാര്യമായി എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. എല്ലാം കൂടി ആലോചിച്ച് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക. നിങ്ങളൊരു 50,000 അയച്ചേ പറ്റൂ. 50,000? ഇവിടെ ഈന്തപ്പന ഉൽക്കി വീഴുന്ന ഈന്തപ്പഴം മാത്രമോ? ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുന്നത് നിനക്കറിയില്ല. ദൈവമേ, നിങ്ങൾക്ക് എപ്പോഴും ഈ ഇല്ലായ്മ മാത്രമേ പറയാനുള്ളൂ. ഒരു ഗൾഫുകാരൻ വന്നിരിക്കണു. ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. നാട്ടിലേക്ക് പൈസ ബാങ്ക് ട്രാൻസ്ഫർ. ഒരു മിനിറ്റ്. ഓക്കെ സർ. റേറ്റ് എത്രയാണെന്ന് പറഞ്ഞു? 1782. 40,000 അയച്ചുള്ളൂ. അയ്യോ സോറി, 50,000. ഷുവർ. താങ്ക്സ്. ഓക്കെ. बैलेंस हाँ कितना सर? 10. डू सलाद डू. नंबर 055 055 47 47 97 97 847. 847. कितना? 10. नहीं 5. 5. ആ ഇതൊന്ന് പിടിച്ചേ. ആ അത് നമുക്ക് ശരിയാക്കാലോ. ആഹാ, സെറ്റപ്പ് എല്ലാം ആയല്ലോ. ഓ, സുരേഷ് ചേട്ടൻ എത്തിയോ? സുരേഷ് ഭായ്, നിങ്ങൾ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ആഹാ, സുരേഷ് എത്തിയോ? ആ എടാ നീ ആകാശത്തുനിന്ന് താഴോട്ടൊന്ന് ഇറങ്ങ്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ ആർക്കാ? അവനവിടെ കിടക്കട്ടാ. നിനക്കൊന്നോടാ? അയ്യോ, എനിക്ക് വേണ്ടേ. പിടിച്ചോ. 1 സെക്കൻഡ്, ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ. ഓക്കെ. മക്കളെ, അടിക്കണമെങ്കിൽ പെട്ടെന്ന് അടിച്ചു കൊടുത്തു. പരവീട് മോനെ പോരും. പിന്നെ കിട്ടിയില്ല എന്നാരും പറയരുത്. എന്തൊക്കെ പറഞ്ഞാലും മോഹനബായി വരുന്ന ഒരു രസാ. ആൾക്ക് കള്ളു കുടിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ലോ നമ്മുടെ റൂമിൽ വരുന്നത്. വരട്ടടാ, അടിക്കട്ടടാ. പ്രിയപ്പെട്ടവർ വരുന്നത് നമുക്കൊരു സന്തോഷമല്ലേ? അതെ. എന്താ സുരേഷ് ഒരു മൗനം? ശമ്പളം കിട്ടിയില്ലേ? കിട്ടി മണിയേട്ടാ, അതൊരു സംഭവം തന്നെയാണ്. കിട്ടുന്നിടം വരെ ഇങ്ങനെ യാന്ത്രികമായിട്ട് പോകും. കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിനും തികയാത്തൊരവസ്ഥ. ഇതിപ്പോ എന്തേര്? സാലറി കിട്ടിയാൽ സന്തോഷിക്കുകയല്ലേ അണ്ണ വേണ്ടേ? ഓ, നിനക്ക് സന്തോഷിക്കാൻ ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു ഹെഡ്ഫോണും മതിയല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ ഉരുകിത്തീരാൻ വിധിക്കപ്പെട്ടവരാ. പല നാട്ടിൽ നിന്ന് വന്നവര് ഒരേ റൂമിൽ താമസിക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യം. ശരിയാടാ മക്കളെ, മെഴുകുതിരി പോലെയാ. കത്തും തോറും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. കത്തിക്കഴിയുമ്പോൾ കൂട്ടിയിട്ട് കത്തിക്കും. എങ്കിലും അവസാനം വരെ പ്രകാശം പരത്താൻ നമ്മൾ ശ്രമിക്കും, അല്ലേ മണിയേട്ടാ?
എടാ നിസാറെ, നിന്നോട് ചോദിക്കാൻ നാണക്കേടാ. നീ എങ്ങനെയെങ്കിലും ഈ മാസത്തെ റെൻറ്റും മെസ്സും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഷബ്നയുടെ പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി ടൈറ്റാ. ഈ മാസം എന്നോട് പ്ലീസ് ചോദിക്കരുത്. സുരേഷ് ഭായ്, നിങ്ങളുടെ മെസ്സിന്റെ പൈസ ഞാൻ കൊടുത്തോളാം. നാട്ടിൽ വീടുപണി നടന്നുകൊണ്ടിരിക്കുക. എന്നാലും ഈ കാര്യം നടക്കട്ടെ. സുരേഷിൻ്റെ ഈ മാസത്തെ റെൻറ്റിൻ്റെ പൈസ ഞാൻ തന്നേക്കാം. സത്യം പറഞ്ഞാൽ എന്തോ ഒരു ജീവിതമാണ്. എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം. ഒരേ മുറി കഴിയുന്ന നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ എന്തൊരു ജീവിതമാണ്. അളിയന്മാരെ, ഞാൻ വരുന്നതിന് മുമ്പ് തുടങ്ങിയോടാ. മണിയേട്ടാ, സ്വപ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ജീവിതമാണ് നമ്മുടേത്. ശരിയാ. സ്വപ്നവും മോഹവും മോഹഭംഗങ്ങളും. നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നാട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി കഴിയുന്നു എന്നോർക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. എൻ്റെ വീടാ എൻ്റെ സ്വപ്നം. അത് കഴിയുന്നതുവരെ നെഞ്ചിലൊരു തീയ. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ അപ്പച്ചനും അമ്മച്ചയും ഒരു ദിവസമെങ്കിലും അതിൽ താമസിപ്പിക്കാൻ. നീ എപ്പോഴും ഈ ഫോണിൽ കളിച്ചോണ്ടിരുന്നു. എടാ, എനിക്കും ഉണ്ടായിരുന്നടാ ഇതുപോലൊരു കുഞ്ഞാറ്റക്കിളി. 10 വർഷം മുന്നേ ഗൾഫിൽ വരുമ്പോൾ പക്ഷേ എൻ്റെ ബാധ്യതകളിൽ മുന്നിൽ എനിക്ക് ഇറക്കി കണ്ണടക്കേണ്ടി വന്നു. ഇപ്പൊ എവിടെയൊക്കെ കുഞ്ഞാറ്റിക്കിളി? എവിടെയോ. നമ്മുടെ ഈ ബാധ്യതകളും സങ്കടങ്ങളും ഒക്കെയാണ് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകുന്നത്. പ്രത്യാശയോടുകൂടി ജീവിക്കാൻ, നല്ലതിനു വേണ്ടി മാത്രം. ശരിയാണ് മക്കളെ, പ്രത്യാശ അതൊന്നു മാത്രമാണ് എന്നെ ഈ 30 വർഷം ഈ മണ്ണിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രത്യാശ. നമ്മൾ ഓരോ പ്രവാസിയും പ്രത്യാശയോടുകൂടി വേണം ജീവിക്കാൻ. അമ്പലവും പള്ളിയും പെരുന്നാളും പിന്നെ നമ്മളെ ത്രസിപ്പിക്കുന്ന നാട്ടുകാരും എല്ലാം നമുക്ക് മോഹങ്ങളാണ്. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം. ഉടയവർക്കായെന്നു മുരുകുന്ന നെഞ്ചുമായി ഉണരുന്നു തുടരുന്നു ഈ പ്രയാണം. ഈ മണൽ വഴികളിൽ ഒരു പ്രയാണം, ജന്മപ്രാരബ്ധ വീതിയിൽ ഈ പ്രവാസം. പ്രിയമുള്ള നാടിനെ വിട്ടും പ്രിയപ്പെട്ട ഹൃദയങ്ങളെ ദൂരെ വിട്ടകന്നും വ്രണിതമാം മനസ്സുമായി കഴിയിലും നിയതിതൻ വഴിയേ നടക്കുന്നൊരീ പ്രവാസം. പരശതം പാദം പതിഞ്ഞ മണൽത്തിര കഥകളെ കാറ്റിനാൽ മായ്ച്ചിടിലും പതിവു തെറ്റാതെ ഈ പഥികർ നടത്തുന്നു പ്രിയമുള്ളവർക്കായി പ്രയാണം. പരിഭവമില്ല, പരാതികളൊട്ടില്ല, പഥികർക്ക് പ്രത്യാശ ഏകമന്ത്രം. പരിഭവമില്ല, പരാതികളൊട്ടില്ല, പഥികർക്ക് പ്രത്യാശ ഏകമന്ത്രം.